സ്വാഗതം ചെയ്യുന്നു. ഈ ശബ്ദപരിധിക്കുള്ളായിരിക്കുന്ന ഈ ദേശവാസികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൂരത്തും ചാരത്തുമായിരുന്ന ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ഒന്നുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്സാഹമായിരിക്കുക, പ്രാർത്ഥനയോടായിരിക്കുക, വിശ്വാസത്തോടായിരിക്കുക, പ്രതീക്ഷയോടായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസമാണ് ദൈവത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ കർത്താവ് ഇത് ചെയ്യും എന്ന് വിശ്വസിച്ചാൽ കർത്താവ് തീർച്ചയായും അത് ചെയ്യും. മർക്കോസ് 11:24 നിങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് യാചിച്ചുവോ അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വിശ്വാസത്തോടായിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിനെ നന്നായി അറിഞ്ഞവരാ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നിങ്ങളുടെ ഒരു ആത്മീക വർധനയ്ക്കായി, നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ നല്ല സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ദൈവവചന സത്യം അറിയണം, പഠിക്കണം എന്ന താല്പര്യത്തോടെ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമുക്ക് ഒരു വാക്യം നമ്മൾ വായിച്ചു, നമ്മൾ അല്പമായി ചിന്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്നലെ രാത്രി നാം ഈ വചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദാമ്യ സന്തതി പാപികളായിരുന്നു എന്ന് ഇന്നലെ നമുക്കത് പഠിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപികളായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും, ഒരു ജാതിയല്ല, ഒരു രാജ്യത്തെ അല്ല, എല്ലാ മനുഷ്യരെയും രക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. മനുഷ്യനെ സ്നേഹിച്ച ദൈവം, നമ്മെ സ്നേഹിച്ച ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ചു. തൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ പാപപരിഹാരമുണ്ടാകി സകല ജാതിക്കും ആമേ രക്ഷയുണ്ടാകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിനെന്ത് ചെയ്യണം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ, പാപം ചെയ്ത മരണമെന്നൊരവസ്ഥയ്ക്ക് വന്ന മനുഷ്യനെ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് അവനെ ഉയർത്തുക. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരണമില്ലാത്ത ഒരവസ്ഥയിൽ നിത്യമായി ജീവനോടിരിക്കുന്ന ഒരവസ്ഥയിലാണ് സൃഷ്ടിച്ചത്. പാപം നിമിത്തം മനുഷ്യന് മരണം കടന്നു വരുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ്: തൻ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യ ജീവനെ നൽകുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഒന്നല്ല, കുറച്ച് മുമ്പേയൊക്കെ തന്നെ മനുഷ്യരുടെ പ്രതീക്ഷയെല്ലാം ഭൗതിക നന്മകൾക്കായി. കാരണം അവരുടെ ജീവിതത്തിലെ സ്തോത്രം ഞെരുക്കങ്ങളും ദാരിദ്ര്യവും അവരുടെ ജീവിത സാഹചര്യങ്ങൾ
എപ്പോഴും ആ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു പോകുവാനിടയായി. നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് പ്രസംഗിക്കുന്നവരും അനുഗ്രഹമെന്ന് പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ധാരാളം ജനം തടിച്ചുകൂടി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് വ്യർത്ഥമായി വിശ്വസിക്കുന്ന ഒരനുഭവത്തിലേക്കായി. ഇന്ന് രാത്രി മാറ്റമില്ലാത്ത ആത്മീക സത്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ സ്തോത്രം കേൾക്കുമ്പോൾ അത് കുറിച്ചെടുക്കുകയും അതിനെ സ്തോത്രം നിങ്ങൾ അതിനെ ചിന്തിക്കുകയും ചെയ്യുക. അപ്പം പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യർക്ക് നിത്യജീവൻ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ചോദിക്കും, ആമേൻ, അപ്പോൾ ഈ ഭൂമിയിൽ നമുക്കൊന്നും വേണ്ടയോ? ഭൂമിയിൽ ജീവിക്കുവാൻ നന്മയൊന്നും വേണ്ടയോ? സ്തോത്ര വേദപുസ്തകത്തിൽ അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അത് ദൈവമക്കൾക്കായി കരുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ഭൗതിക നന്മകളെക്കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ച് നമുക്ക് മറുപടി തരുന്ന 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. മത്തായി സുവിശേഷം, അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വേദഭാഗം മത്തായി സുവിശേഷം 15-21 മുതൽ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു കാനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കെ വന്നു. തൻ്റെ മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുക, അവളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് യേശു ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ പോയി. പ്രൈസ് ദി ലോർഡ്. അവൾ വിശ്വാസം കൊണ്ടല്ല അവൾ ചോദിച്ചത്. സ്തോത്രം. അവൾ ആ സാഹചര്യത്തിൽ മകൾക്കൊരു വിടുതൽ വേണം, അത്രമാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ യേശു ഒന്നും മിണ്ടിയില്ല. ശിഷ്യന്മാർ യേശുവോട് പറഞ്ഞു, ഗുരുവേ, അവൾ എത്ര പ്രാവശ്യം നമ്മുടെ പുറകെ വിളിച്ചു വരുന്നു, എന്തെങ്കിലും ഒന്ന് പറയണം. അപ്പോഴാണ് യേശു പറഞ്ഞു, ആമേൻ, സ്തോത്രം, കാണാതെ പോയ ഇസ്രായേലിൻ്റെ അടുത്തല്ലാതെ എന്നെ അയച്ചിട്ടില്ല. വീണ്ടും ആ സ്ത്രീ വന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കിടുന്നത് നന്നല്ല. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന മുമ്പേ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നന്മ എല്ലാം ഓൾറെഡി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നന്മ ഇല്ലാത്ത? യെരമ്യാ പ്രവചനം 5:25 പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾ കൊണ്ട്, നമ്മുടെ ലംഘനങ്ങൾ കൊണ്ട് നമ്മുടെ നന്മയ്ക്ക് മുടക്കമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ നന്മകളെ മുടക്കും. സ്തോത്രം. മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ഹാഗറിൻ്റെ കണ്ണിന് നീരുറവ മറവായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയില്ലാത്തതുപോലെ തോന്നും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ അവന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ വിശ്വസിക്കണമെന്ന് ഞാൻ വാക്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്, ഭൗതിക നന്മകൾ, ദൈവത്തിൻ്റെ നന്മകൾ ആർക്ക് എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ മക്കൾക്ക്. റോമാലേഖനം 8:17 പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മക്കളെങ്കിൽ എന്തോ? അവകാശികളാ. എങ്ങനെ ദൈവമക്കളാകുവാൻ കഴിയും? ദൈവമക്കളാകുവാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം
അതിന്റെ 12ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക, ഹൃദയം തുറന്ന് അവന് ഹൃദയത്തിൻ്റെ അകത്ത് ഇടം കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മക്കളാകുവാനുള്ള അധികാരം സ്വർഗം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാണ് ദൈവമക്കൾ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുതേ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വസിക്ക് അവിശ്വാസിയുമായി എന്ത് യോഗ്യരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്, ആ ജാതികളുടെ നടുവിൽ, രക്ഷിക്കപ്പെടാത്ത കൂട്ടത്തിൽ നിന്ന്, നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആരരുളി ചെയ്ത്? കർത്താവ്. എന്താ അരുളി ചെയ്ത്? വേർപെട്ടിരിപ്പാൻ, ജാതികളിൽ നിന്നും വേർപെട്ടിരിപ്പാൻ. അങ്ങനെ അടുത്ത വായിച്ചു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എപ്പോഴാ പുത്രന്മാരും പുത്രിമാരും ആകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അശുദ്ധമായതൊന്നും തൊടാതെ ജാതികളിൽ നിന്ന് വേറുപെട്ട കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തവരെ പറയുന്ന ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ നിയമങ്ങൾ അറിയത്തില്ല. നിങ്ങൾ പറയുന്നല്ലോ പുതിയ നിയമം പഴയ നിയമം. നിയമങ്ങളൊന്നും പാലിക്കാതെ പള്ളിയിൽ മാത്രം പോയി സ്തോത്രം പ്രാർത്ഥിച്ചിട്ട് വരികയല്ല. ഒന്നാമത് ദൈവമക്കളാകുക. ദൈവമക്കൾക്കാണ് സ്തോത്ര വേദപുസ്തകത്തിൽ പറയുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം, കാൺവീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവമക്കളെന്ന് അറിയപ്പെടുന്നത് സ്തോത്രം. ആരെയാ ദൈവമക്കളെന്ന് പറഞ്ഞ്? നാം പാപികളായിരിക്കയിൽ, ബലഹീനരായിരിക്കയിൽ, ദൈവത്തിന് ശത്രുക്കളായിരിക്കയിൽ നമ്മെ സ്നേഹിച്ച തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മെ രക്ഷിച്ച ആ ദൈവത്തിന് നമ്മൾ പുത്രന്മാരും പുത്രിമാരുമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കാൺവീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നതാൽ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് കാണിച്ചു. ദൈവമക്കൾ എന്നുള്ളവർ ദൈവത്തിൻ്റെ അവകാശികളാണ്, ദൈവത്തിൻ്റെ സമ്പത്താണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 6-ാം അധ്യായം, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ യേശു വ്യക്തമായി പഠിപ്പിച്ചു, ഭൗതിക നന്മകൾക്കായി, ഈ ലോകത്തിലെ നന്മകൾക്കായി എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഒന്നാമത് എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും ഞാൻ നൽകും. സ്തുതിച്ചാട്ടെ ദൈവത്തെ. വിശ്വസിക്കുന്നവർ മാത്രം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ,
ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് അടുത്തു വരുമ്പോൾ, ദൈവം എനിക്ക് സകല നന്മകളാലും നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിൽ ആശ്രയിക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, സകല നന്മകളും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മിലിറ്ററിയിൽ സ്തോത്രം, ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇവരെല്ലാം അവരുടെ ബോർഡർ സെക്യൂരിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായതെല്ലാം ഗവൺമെൻറ് അവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടതായ ഫുഡ്, അവർക്ക് വേണ്ടതായ ഡ്രസ്സ്, യൂണിഫോം, ഇല്ലേ, അവർക്ക് വേണ്ടതായ വെപ്പൺസ്, ആയുധങ്ങൾ, ഇല്ലയോ, അവർക്ക് വേണ്ടതായ മെഡിസിൻസ്, ഇല്ലയോ, എന്തൊക്കെ വേണമോ എല്ലാം ആര് സപ്ലൈ ചെയ്യും? ഗവൺമെൻറ്. ആർക്കാ? ആൺ ഡ്യൂട്ടിയിലുള്ളവർക്കാ, ഡ്യൂട്ടിയിൽ, ഇല്ലയോ. പ്രൈസ് ദി ലോർഡ്. റിട്ടയർഡായി വീട്ടിൽ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ സപ്ലൈ ചെയ്യത്തില്ല, ഇല്ലയോ. ചെറിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ആർക്ക്? ആൺ ഡ്യൂട്ടിയിൽ, ഇല്ലയോ, ഗവൺമെൻറ് ആ ഡ്യൂട്ടിയിലായിരിക്കുന്നവർക്ക് ആ ഗവൺമെൻറ്റിൻ്റെ സകല സപ്പോർട്ടും ഉണ്ടാകും. അതുപോലെ ദൈവമക്കളായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് സ്വർഗം സകല സപ്പോർട്ടും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ പ്രാപിക്കണം, അത് അനുഭവത്തിൽ അറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ മെയിൻ പ്ലാൻ എന്താണ്? എല്ലാ മനുഷ്യർക്കും നിത്യജീവനെ നൽകണം, നിത്യജീവനെ നൽകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ചപ്പോൾ ദൈവം പിതാവ് കൊടുത്ത കൽപ്പനയും അതാണ്. യോഹന്നാന്റെ സുവിശേഷം 12:49-50 വാക്യം. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും, ഞാൻ ഇന്നത് പറയണമെന്നും, ഇന്നത് സംസാരിക്കണമെന്നും, ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ആ കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന്, നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ പിതാവ് പുത്രനോട് കൽപ്പിച്ചത് എന്തുവാ? ഭൂമിയിൽ ചെന്ന് നിത്യജീവന് വേണ്ടതായ കാര്യങ്ങൾ പറയുക, പഠിപ്പിക്കുക, നിത്യജീവന് വേണ്ടതായ വഴി ഒരുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ ശരിക്കുള്ള പ്ലാൻ. ദൈവം, പിതാവായ ദൈവം പുത്രനെ ഭൂമിയിൽ അയച്ചതിൻ്റെ ഉദ്ദേശം ഇതാ. പ്രൈസ് ദി ലോർഡ്. അല്ല രോഗികളെ സൗഖ്യമാക്കാനോ മരിച്ചവരെ ജീവിപ്പിക്കുവാനോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാനോ അല്ല. അവൻ ദൈവമാകയാൽ അവൻ്റെ മുമ്പിൽ വന്ന ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുത്തു. മരിച്ചവരെ ജീവിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മുടന്തനെ നടത്തി, അന്ധനെ കാഴ്ച കൊടുത്തു, ചെവിടനെ കേൾപ്പിച്ചു. അതെല്ലാം യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. എന്നാൽ യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? നിത്യ ജീവന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഉണർവ് പ്രസംഗമായിട്ട് ഇളക്കം പെരുപ്പത്തിലല്ല. ഇന്ന് രാത്രി അല്പമെങ്കിലും നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ, ആത്മീക വശങ്ങളെ ശരിക്കൊന്ന് മനസ്സിലാക്കുക. വേദപുസ്തകത്തിൽ അതാ ഞാൻ വാക്യം കാണിക്കുന്നത്. 1 യോഹന്നാൻ 2:25 അത് പറയുന്നു, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ദൈവം നൽകിയ വാഗ്ദത്തം ഇതാ, നിത്യജീവനാ. ഇന്ന് ദൈവത്തിൻ്റെ ആ പദ്ധതിയെല്ലാം മാറ്റിവെച്ചിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് ജനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇനിയും യേശുവിൽ വിശ്വസിക്കണവൻ അത്ഭുതം ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആത്മീയമായ വർധനയ്ക്കായി നിങ്ങൾ കുറച്ചുകൂടെ ഇനിയും ആഴമായ സത്യങ്ങൾ അറിയുവാൻ ഇതെന്ന് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇതാണ്, നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ 20-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ എന്തുകൊണ്ട് ഈ സുവിശേഷം താൻ എഴുതി എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്തുവാ? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും
നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് എഴുതി. എന്തുകൊണ്ട് യോഹന്നാൻ ലേഖനങ്ങൾ എഴുതി? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 5-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. വായിക്കാം. പുത്രനുള്ളവന് ജീവനുണ്ട്. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എന്തിനാ എഴുതി ലേഖനം? എന്തിനാ എഴുതി? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിത്യജീവൻ ഉണ്ടെന്നും നിങ്ങൾ അറിയണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും എനിക്ക് നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. ഇന്ന് ഇതെല്ലാം ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലയോ? ഔട്ട് ഓഫ് സിലബസ് ആയി. ഇപ്പോഴെല്ലാം വിടുതലും അനുഗ്രഹവും ഇല്ലയോ? പ്രോസ്പെറിറ്റിയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വേദപുസ്തകത്തിലെ വാക്യങ്ങളാ കാണിച്ച് നിങ്ങളെല്ലാവരും ഈ ആത്മീയ സത്യങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. 1 തീമോഥെയോസ് 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാ, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യം അറിയണം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഇത് ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെ ഇഷ്ടം എന്തുവാ? വേദപുസ്തകം പരിശോധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6:40 വാക്യം. ആമേൻ, സ്തോത്രം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേ, പുനരുത്ഥാനത്തിനും ആമേ നിത്യജീവനും വളരെ ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിഷയം മനസ്സിലാക്കിയ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യരും പുത്രനിൽ വിശ്വസിക്കുകയും നിത്യജീവനും പ്രാപിക്കണം, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉള്ളവരെ ഒടുക്കത്തെ നാളിൽ ഞാൻ അവൻ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. ബൈബിളെല്ലാം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ആത്മീക സത്യങ്ങൾ മറച്ചു പിടിച്ച അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറുപ്പ് പോലെയാ. ആമേ, സ്തോത്രം. ഇളക്കം പെരുപ്പമുണ്ടെങ്കിൽ ഹല്ലേലൂയ വിളിച്ച് ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിച്ചൊക്കെ ആർക്കെയൊക്കെ ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കണം. സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ മറയ്ക്കുന്നവർക്ക് റോമാലേഖനം 1:18 വാക്യം. ആമേ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടും. ആമേ, സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിലെ സത്യങ്ങൾ മറയ്ക്കുന്നവരുടെ നേരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോപം വരുമെന്ന്. നിങ്ങൾ വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. കണ്ടോ? ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നത്രേ. എന്നാൽ ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ മാറ്റി അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എങ്ങനെ ഇരിക്കും?
ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? സുവിശേഷം മാറ്റി പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. ആമേൻ. ദൈവത്തിൻ്റെ ഒറ്റ ലക്ഷ്യം ഇതാണ്, എല്ലാ മനുഷ്യർക്കും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം പിതാവ് ഈ ലോകത്തെ സ്നേഹിച്ചു. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ പ്രാപിക്കാത്തവൻ നശിച്ചു പോകുമെന്നാണ്. നാശം എങ്ങനെ സംഭവിക്കും? ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ശാപത്തെക്കുറിച്ചാണ്. ആ ശാപത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു പദം, ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നീ നശിക്കോളം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വായിക്കണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കണം. സ്തോത്രം. ശാപം ഒരു മനുഷ്യനെ നശിപ്പിക്കും. മോഹത്താൽ പാപവും, പാപത്താൽ ശാപവും, ശാപത്താൽ നാശവും മനുഷ്യർക്കുണ്ടായി. അതുകൊണ്ടാ യേശു ഇങ്ങനെ ആരും നശിച്ചു പോകാതെ, അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനായ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി ദൈവം തന്നു. എന്ന് ഒത്തിരി പേർക്ക് അറിയാൻ വയ്യ. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുന്നു, കുടുംബത്തിലൊരു സമാധാനവുമില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും സ്തോത്രം ഒരു അനുഗ്രഹമില്ല. സ്തോത്രം. ഒരു ക്രിസ്ത്യാനികളെങ്കിലും സ്തോത്രം പള്ളിയിൽ പോകുന്നെങ്കിലും എന്നും വഴക്കും പ്രശ്നവും അസമാധാനവും ഒക്കെയാ. ഒരു ഭൗതിക ആത്മീക നന്മകളൊന്നും കാണാത്തതാ. അപ്പോൾ മാറി ചോദിക്കുക, നമ്മൾ പള്ളിയിൽ പോയിട്ട് എന്താ കണ്ടു? പള്ളിയിൽ പോയതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു? പള്ളിയിൽ പോകുന്നത് അനുഗ്രഹമാ, പക്ഷേ അനുഗ്രഹിക്കപ്പെടും. പള്ളി മാത്രം പോയാൽ മതി, ബാക്കിയെല്ലാം നോക്കിക്കൊള്ളുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പള്ളിയിൽ പോകുന്ന 2 കാര്യത്തിനാ. ഒന്ന്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ആരാധിക്കാനും. 2, കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടി ആത്മീക രഹസ്യങ്ങൾ കേട്ടുപഠിക്കാനാ, ദൈവവചനം കേട്ടുപഠിക്കാനാ പോയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പള്ളി? എന്തിനാണ് പള്ളി? എന്തിനാണ് പാസ്റ്റർ? എന്തിനാണ് ശുശ്രൂഷ എന്ന് പലർക്കും അറിയത്തില്ല. കുരിശ് കണ്ടിടത്തെല്ലാം കമന്ന് വീഴരുത്. കുരിശ് കല്ലറയിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. സ്തോത്രം. ഒരു ഡിനോമിനേഷൻ്റെ പുറകെ നിൽക്കരുത്. വേദപുസ്തകത്തിൽ ഒരു ഡിനോമിനേഷനുമില്ല, യേശുവിൻ്റെ ശിഷ്യത്വം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും പെന്തക്കോസ്തുകാർ ഞങ്ങളാണ് ടോപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ലേ. ആത്മീക ഈ നിയമങ്ങൾ അനുസരിച്ച് നിൽക്കുന്നവർ മാത്രമേ ദൈവമക്കൾ. ഹല്ലേലൂയ. അവിടെ ഡിനോമിനേഷൻ ഒന്നുമില്ല. ഡിനോമിനേഷൻസ് എല്ലാം മനുഷ്യരുണ്ടാക്കിയതാ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ ഡിനോമിനേഷനും ആരാധനയുടെ ശൈലി വ്യത്യാസമാണ്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഡിനോമിനേഷനിലും ആരാധനയുടെ ശൈലി വ്യത്യാസമാണ്. ദൈവവചന ധ്യാനം വ്യത്യാസമാണ്. ഒരു ഡിനോമിനേഷനിൽ കുടുങ്ങിപ്പോയവൻ അവൻ്റെ ഡിനോമിനേഷന് തക്കവണ്ണമായിട്ട് തന്നെ വചനം ചിന്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ ചട്ടക്കൂടെല്ലാം വിടുക. എവിടെ സത്യമുണ്ടോ ഇല്ലയോ? വായിച്ചാട്ടോ ഒരു വാക്യം, 2 യോഹന്നാൻ അതിൻ്റെ 9-ാം വാക്യം. 2 യോഹന്നാൻ 9-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. കേട്ടോ? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അപ്പൊ നിങ്ങൾ എന്തോ ആഗ്രഹിക്കണം? ഞാൻ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം,
ഞാൻ ആരാധിക്കുന്ന സ്ഥലത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം ഉണ്ടാകണം. എൻ്റെ ഭവനത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്തിനാ കാൽവരി ക്രൂശിൽ മരിച്ചത്? എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകുവാൻ. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ, പാപമോചനം പ്രാപിച്ചവർക്കാണ് നിത്യജീവൻ, പാപിക്കല്ല നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, ഞാൻ മുമ്പോട്ട് പോകാം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേസ് കാണാതെ പോയതെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലയോ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത്. എന്തിനാ യേശു ഭൂമിയിൽ വന്നത്? കാണാതെ പോയതെ തിരഞ്ഞ് രക്ഷിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. 1 തീമോഥെയൂസ് 1-ാം അധ്യായം 15-ാം വാക്യം, ആമേ പാപികളെ രക്ഷിപ്പാൻ ക്രിസ്തു യേശു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാ അംഗീകാരത്തിനും യോഗ്യമായ വചനമാണ്. ആരും സ്തുതിച്ചില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്ന മനസ്സിലാകുന്നു. ഞാൻ ബൈ ഓർഡറായിട്ട് ഞാൻ അല്പമായിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കും. ഒരുപാട് വാക്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട്, ഒരുപാട് വാക്യങ്ങൾ കേൾക്കുന്നത് കൺഫ്യൂസായി അയ്യോ കഠിനം പോലെ തോന്നരുത്. കാരണം ധാരാളം വാക്യങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ആമേ സ്തോത്രം വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഹല്ലേലൂയ പറ, സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഇന്ന് രാത്രി വ്യക്തമായിട്ടും ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുമോ എന്നറിയത്തില്ല. ഇന്ന് രാത്രി കേൾക്കുന്ന ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിന് ആമേ സ്തോത്രം, നിങ്ങളുടെ ആമേ സ്തോത്രം ആ അവസ്ഥയിൽ നിന്നും അല്പം കൂടി മുമ്പോട്ട് പോകുവാൻ ഇടയാകട്ടെ. വേദപുസ്തകത്തിലെ 38 വർഷം ഒരു രോഗി, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ ദീർഘകാല രോഗി. അവൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്നറിയാമോ? പെതസ്താ കുളത്തിൽ ദൂതൻ ഇറങ്ങി കലക്കുമ്പോൾ ആരാദ്യം ഇറങ്ങുന്നോ അവർക്ക് സൗഖ്യമുണ്ടാകും. എന്നാൽ 38 വർഷമായി ശ്രമിച്ചിട്ടും അവൻ ഒരു സൗഖ്യം വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ വർഷം പ്രാർത്ഥിച്ചിട്ടും നമുക്കും ഇതുവരെ ഒരു വിടുതലൊന്നും കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഓർക്കുക, എന്താണ് തടസ്സം? ഇന്നലെ ഞാൻ പറഞ്ഞു ആമേ മരിച്ച ലാസറുവിനെ പുറത്തു കൊണ്ടുവരുവാൻ യേശു കല്ലറയ്ക്കടുത്ത് വന്നപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ആമേ കല്ലറയുടെ കല്ല് എടുത്തു മാറ്റുവിൻ. പ്രൈസ് ദി ലോർഡ്. ലാസറുവിനെ ആമേ ജീവൻ നൽകുവാൻ കഴിവുള്ള ദൈവത്തിന് കല്ല് മാറ്റാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, വച്ച കല്ല് മനുഷ്യ, നീ വച്ച കല്ല് നീ തന്നെ മാറ്റണം. ഇന്ന് രാത്രി ഒന്ന് ഓർക്കുക, ആമേ സ്തോത്രം, നമ്മുടെ കുറവുകൾ പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റാർക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ഞാൻ എൻ്റെ പാപം വിട്ട് ഞാൻ യേശുവിൻ്റെ അടുക്കെ വരുന്നു, ഞാൻ ഇനി നേരെ ചൊവ്വെ ജീവിക്കാമെന്ന് തീരുമാനിച്ചാൽ ആമേൻ ഞങ്ങൾക്ക് മധ്യസ്ഥയായി പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ ആമേൻ യേശു എന്ന പേരിന് തന്നെ അർത്ഥം എന്തുവാ? പാപങ്ങൾ നീക്കി രക്ഷിക്കുന്നവൻ. അപ്പോൾ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്തിനാണ്? നമ്മുടെ പാപത്തിന് പരിഹാരമായി, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ച, നമ്മെ രക്ഷിച്ചുവാൻ. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു മനുഷ്യനെ രക്ഷിച്ചു. അവന് അടുത്ത പ്രോസസ്സ് എന്താ? പുതിയ നിയമത്തിൽ ഒരു വലിയ പ്രോസസ്സ് ഇരിപ്പുണ്ട്. പാപിയായ മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ഏത് വഴിയിൽ പോകണം? അത് ഞാൻ വ്യക്തമായി പറയാം. ഇന്ന് രാത്രി വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ നിത്യജീവനെക്കുറിച്ച് ലക്ഷ്യമില്ലാത്തവർ, ഇതിനെ ഗണ്യമാക്കാത്തവർ, ഇതിനെ ഒഴിവാക്കി നടക്കുന്നവർ, ആമേ യേശുവിൽ വിശ്വാസം. ഇന്ന് ഈ കാലഘട്ടം നമുക്കിപ്പോൾ ആമേ ഡിസംബർ, എല്ലാവരും കാരൽ റൗണ്ട് ഭയങ്കര ആഘോഷമായി. യേശു ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു ജനിച്ചത് ഒരു വലിയ സന്തോഷമല്ലയോ? അല്ലയോ? ആമേ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ ആട്ടിടയന്മാർക്ക് ദൈവദൂതന്മാർ ആമേ സ്തോത്രം ഒരു സുവിശേഷം വിളിച്ചു പറഞ്ഞു. ഇതാ ആമേ ദാവീദിൻ്റെ പട്ടണത്തിൽ ആമേ സ്തോത്രം ആമേ ക്രിസ്തു എന്ന ആമേ രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. സർവ്വജനത്തിനും സന്തോഷം നൽകുന്ന ഒരു ആമേ സുവിശേഷം. എന്താ? ഒരു രക്ഷിതാവ്, ഒരു രക്ഷകൻ ജനിച്ചു എന്നുള്ളതാ. ആ രക്ഷകൻ എന്നുള്ളത് സെൻസർ ചെയ്തു നമ്മുടെ ആളുകൾ. രക്ഷകൻ എന്നുള്ള വിഷയം വെട്ടിമാറ്റിയിട്ട് യേശു ജനിച്ചു, അത്രയേ ഉള്ളൂ. അവർ രക്ഷയെ കളഞ്ഞു. ഇത് തെറ്റല്ലയോ? ദൂതൻ പറഞ്ഞത് രക്ഷകൻ ജനിച്ചതാ സന്തോഷം. പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ആമേ കൂരിരുളിൽ കിടക്കുന്ന മനുഷ്യന് വെളിച്ചമുണ്ടായി,
രക്ഷയുണ്ടായി. യേശുവിൻ മുഖാന്തരമുള്ള രക്ഷയാണ് അതിപ്രധാനം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു പശു കാണാതെ പോയി. അപ്പോൾ ഒരു മനുഷ്യൻ ആ പശുവിനെ പിടിച്ചു. അവൻ ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിച്ചു, ആർക്കെങ്കിലും ഒരു കയറ് കാണാതെ പോയോ? അറ്റത്തൊരു പശുവും. ഇല്ലയോ? വളരെ ഗംഭീരമായി വിളിച്ച് ചോദിച്ചെന്ന്, ആർക്കെങ്കിലും ഒരു കയറ് കാണാതെ പോയോ? അറ്റത്തൊരു പശുവും. കയറ് പ്രധാനമോ പശു പ്രധാനമോ? ഇല്ലയോ? കയറിനാ പ്രധാനം. ഇപ്പോൾ പ്രൈസലോ പശു കാണാതെ പോയോന്നല്ല. ഇല്ലയോ? അതുപോലെയാ. ആമേ. യേശുവിൻ്റെ രക്ഷയെ മറച്ചിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ജനം ആമേ പറ്റിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മിലിറ്ററിയിലുള്ളവർക്ക് സർവീസിലിരിക്കുന്നവനാണ് ഗവൺമെൻറ് സകല എല്ലാം സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ സ്വർഗത്തെ അംഗീകരിക്കുകയും സ്വർഗീയ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ആമേ, സ്തോത്രം. അടുത്ത പ്രോസസ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഒത്തിരി പേർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ സ്നാനം വേണ്ട എന്നാണ്. ഓരോ പ്രോസസ്സ് നിങ്ങൾ വേദപുസ്തകത്തിൽ പഠിച്ചാൽ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുകയും വിശ്വാസവും സ്നാനവും ചേർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സുവിശേഷം കേട്ടു, യേശുവിൽ വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 2:38, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, വിശ്വസിക്കുക, സ്നാനപ്പെടുക. ഇതിലും എന്താ കാര്യം എന്നറിയാമോ? ആമേ, സ്തോത്രം. ഒത്തിരി പേർക്ക് ആമേ, സ്തോത്രം, ഇപ്പോൾ പലവിധമായ സ്നാനം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഓരോ ഡിനോമിനേഷനിലും അവർക്ക് സൗകര്യമുള്ളതുപോലെ സ്നാനം. ചിലർക്ക് സ്നാനം ഒരു വലിയ വിഷയമല്ല. ചിലർക്ക് ചില ഡിനോമിനേഷനിൽ വേദപുസ്തകമേ വിഷയമല്ല. ചിലർക്ക് നിയമങ്ങൾ, സ്നാനം ഒരു വിഷയമേ അല്ല. ദൈവം തന്നിട്ടുള്ള ഓരോ കാര്യത്തെയും വളരെ ഗൗരവമായി എടുക്കണം. സ്നാനം ആര് എവിടെ തീരുമാനിച്ചു? അല്ലെങ്കിൽ ഒന്ന് പറയാമോ? സ്നാനം ആര് എവിടെ തീരുമാനിച്ചത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. ഞാനോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ പറയുകയാണ്, ഞാനോ ക്രിസ്തുവിനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ. യോഹന്നാൻ 1:6. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ. യോഹന്നാനെ ആരയച്ചത്? ദൈവം. ഇല്ല, എന്തിനയച്ചു? വെള്ളം കൊണ്ട് സ്നാനം കൊടുപ്പാൻ. അപ്പം തീരുമാനിച്ചതാര്? സ്വർഗത്തിലെ പിതാവ്. സാത്താൻ ഭൂമിയിൽ എന്ത് ചെയ്തെന്നറിയാമോ? അതിനെ സ്നാനപ്പെട്ടാൽ കുഴപ്പമില്ല, അതുകൊണ്ട് അവൻ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വെച്ചു. എന്തിന് സ്നാനപ്പെടുന്നു, ആര് സ്നാനപ്പെടണം, ആര് സ്നാനപ്പെടുത്തണം, അതൊന്നും ഇല്ല. ഇപ്പോൾ നിയമമുണ്ട്. ആര് സ്നാനപ്പെടുത്തണം, ആര് സ്നാനം കൊടുക്കാം, എങ്ങനെ സ്നാനം എടുക്കണം, നിയമമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു സ്നാനം, എങ്ങനെയെങ്കിലും ഒരു സ്നാനം. ചിലർക്ക് അങ്ങനെയാ, അവർക്ക് മറ്റ് പലതിലുമാ അവർക്ക് പ്രാധാന്യത. ഇന്ന് രാത്രി ദൈവവചനത്തിന് മാത്രം എൻ്റെ ദൗത്യം ഈ സത്യം നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാ. ഇന്ന് രാത്രി കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ഉണ്ടോ? എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം
യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു ഞാൻ, സഭയിൽ ഉറങ്ങുന്നവരെ കുറിച്ച്. അതിൽ ഒരു മനുഷ്യൻ തിരിച്ച ഒരു കമൻ്റ് ഇട്ടു, ജോലിക്കൊക്കെ പോയിട്ട് ഉറങ്ങുന്നവരായിരിക്കും, ശരീരത്തിന് അങ്ങനെ സപ്പോർട്ടീവായിട്ട്. അപ്പോൾ സഭയിൽ ഉറങ്ങാമെന്നാ. പള്ളിക്കൂടത്ത് ഉറങ്ങിയാൽ എന്താകും? പള്ളിക്കൂടത്ത് പോയിരുന്ന് ഉറങ്ങിയാൽ എന്താകും? നിങ്ങൾ കൊച്ചു പള്ളിക്കൂടത്ത് പോയിരുന്ന് ഉറങ്ങിയിട്ട് വരുവാ, ഇല്ലയോ? പഠിത്തം മുമ്പോട്ട് പോകുമോ? പോകത്തില്ല. ഒരു ഡ്രൈവർ വണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി, എന്ത് സംഭവിക്കും? ഉറങ്ങേണ്ട സ്ഥാനത്ത് ഉറങ്ങണം, ഉണർന്നിരിക്കേണ്ടടുത്ത് ഉണർന്നിരിക്കണം, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും ഉണർന്നിരിക്കും. രാത്രി വീട്ടിൽ ഉറക്കം വരത്തില്ല, പക്ഷെ പള്ളി വന്നാൽ ഭയങ്കര ഉറക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതുപോലെ ഒരു ശുശ്രൂഷകന്മാരായിരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം സഭ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അവർക്ക് എന്തോ കൊടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കൽപ്പിക്കുന്നത്, ഞങ്ങളെ നടത്തുന്നതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറയണമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർക്കുക, വാസ്തവത്തിൽ നാം ആ ശരിയായുള്ള സത്യം അനുസരിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ സകല നന്മകളും നിങ്ങൾക്കുണ്ടാകും. ഇന്ന് രാത്രി ഓർക്കുക, മറ്റൊന്നിലും ശ്രദ്ധ വയ്ക്കരുത്. ആദ്യം നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കുവാൻ അത് ശ്രദ്ധിക്കുക. അതാണ് പിതാവായ ദൈവം പുത്രനെ ഭൂമിയിൽ അയച്ചതിൻ്റെ ഉദ്ദേശം, സകല മനുഷ്യർക്കും നിത്യജീവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ലക്ഷ്യം അതാണോ? നിങ്ങൾ ആ നിത്യജീവന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? എൻ്റെ യേശു കാൽവരി ക്രൂശിൽ മരിച്ചതെന്തിനെന്നറിയാമോ? എല്ലാവർക്കും ജീവൻ നൽകുവാൻ, ആ ജീവൻ സമൃദ്ധി ഉണ്ടാകുവാൻ. ആമേ, സ്തോത്രം. അതിനു വേണ്ടിയാ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. ആര് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടുവോ അവരെ, അപ്പോസ്തല പ്രവൃത്തി 2:47 പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. രക്ഷിക്കപ്പെട്ടവനെ എവിടെ കൊണ്ടുവച്ചു? സഭയിൽ. സഭ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിക്കപ്പെട്ടു പെന്തക്കോസ്ത് നാളിൽ. ഈ സഭയ്ക്കകത്ത് ദൈവം ശുശ്രൂഷകൾ വച്ചു. ഈ സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരെ വച്ചു. സഭയ്ക്കകത്ത് എന്തുണ്ട്? ശുശ്രൂഷയും ശുശ്രൂഷകന്മാരും. യേശുവിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ടവർ സഭയ്ക്ക് പോകുന്നത് എന്തിനെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. സഭയിലെ ശുശ്രൂഷക്കാർ. പ്രൈസ് ദി ലോർഡ്. ചർച്ച് ഈസ് എ സ്പിരിച്വൽ വർക്ക്ഷോപ്പ്. സഭ ഒരു വർക്ക്ഷോപ്പ് പോലെയാണ്. ഉടഞ്ഞും പൊട്ടിയൊക്കെ വരുന്നത്, പ്രൈസ് ദി ലോർഡ്, അതൊക്കെ മാറ്റി പുതിയ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. നല്ല ക്യാരക്ടർ, ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒത്തിരി പേർ ക്ഷീണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് ഈ രോഗികൾക്ക് വേദന ഉണ്ടാകുമ്പോൾ പെയിൻ കില്ലർ കഴിക്കാറുണ്ട്, അല്ലയോ? വേദന ഉണ്ടാകുമ്പോൾ പെയിൻ കില്ലർ. ആ പെയിൻ കില്ലറുടെ സമയം കഴിയുമ്പോൾ വീണ്ടും ആ വേദന ഉണ്ടാകും. പക്ഷേ ഒരു ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചിട്ട് ഒരു ചെറിയ ഓപ്പറേഷൻ വേണം, ഓക്കെ, അല്പം വേദനയാണ് ഓപ്പറേഷൻ, അല്ലയോ? ഒരു ദിവസം പോയി എല്ലാം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പിന്നെ ക്ലിയറാണ്, അന്നത്തോടെ വേദന തീർന്നു. നമുക്ക് പെയിൻ കില്ലറുടെ പരിപാടിയില്ല, വേദപുസ്തകത്തിലില്ല. നിരന്തരമായ ഒരു വിടുതല, നിരന്തരമായ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ബേസാണ് ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. ഈ സഭയ്ക്കകത്ത് നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് വായിക്കുക. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിലെ 11 മുതൽ 15. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആ വാക്യം തുടങ്ങുന്നത് അവൻ ചിലരെ, ആര്? ദൈവം ആക്കി വെച്ചു. അവസാനം ആര്? ദൈവം. ഈ ശുശ്രൂഷകളെ ആക്കി വെച്ചത് ആര്? ദൈവം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി അവൻ ആക്കി വച്ചു. സഭയെ സ്ഥാപിച്ചതും ദൈവമാ, സഭയ്ക്കകത്ത് ശുശ്രൂഷകളെ വച്ചതും ദൈവമാ. എന്തിനാ?
ഈ ശുശ്രൂഷകന്മാരും ശുശ്രൂഷയും താഴോട്ട് വായിച്ചാണ്. അത് നാം എല്ലാവരും, അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി വെച്ചത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ക്രിസ്തുവിന്റെ ശരീരം നാമ സഭയുടെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അവർ ക്രിസ്തു എന്ന തലയോളം പൂർണ്ണമായി വളരുവാൻ, രക്ഷിക്കപ്പെട്ടവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, അവർ ശിശുവല്ലോ. അവർ സഭയോട് ചേർന്ന് ശുശ്രൂഷകൾ അനുഭവിച്ച് ക്രിസ്തു എന്ന തലയോളം എന്ത് ചെയ്യണം? ബൈബിളിലെ കാര്യങ്ങളൊന്നും വിഷയമല്ല. പോകുക വരിക ഓരോ ഞായറാഴ്ചയും. ഒരു ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ സാധിച്ചതുപോലെയാ. അങ്ങനെയല്ല. സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തോട് അടുത്ത് വരികയും ദൈവവചനം പഠിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സഭയിലെ ശുശ്രൂഷ നന്നായി അനുഭവിക്കണം. ആ ശുശ്രൂഷ നമുക്ക് നല്ല ശുശ്രൂഷ ലഭിക്കണം. നല്ല ശുശ്രൂഷ, ആത്മീക ശുശ്രൂഷ ഇല്ലാത്ത വല്ലതും സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി ഓർക്കുക, പിതാവിൻ്റെ ഇഷ്ടവും പുത്രൻ കാൽവരി ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം സകല മനുഷ്യർക്കും നിത്യജീവൻ ഉണ്ടാകണമെന്ന്. ഈ ലക്ഷ്യം വിട്ടുപോകുന്നത് ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന അനുഭവമല്ല. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അക്രം ചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. കൊലോസ്യർ 1:13. പ്രൈസ് ദി ലോർഡ്. അവൻ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു. അവൻ എവിടെയാക്കി? പുത്രന്റെ രാജ്യത്തിലാ. നമ്മളിപ്പോ എവിടെയായിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നുള്ള രണ്ട് വിഷയങ്ങളാണ്. രണ്ടും ഒന്നാ. ദൈവരാജ്യവും സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The kingdom of God and the kingdom of heaven. രണ്ടും ഒന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം the king domains, രാജാവ് ഭരിക്കുന്ന സ്ഥലം, അത് സഭയ്ക്കകത്ത് ആ ദൈവരാജ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, ക്രിസ്തുവിൻ്റെ അതോറിറ്റിയുടെ കീഴിലാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നാം ഈ ഭൂമിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ കീഴാണ് നമ്മൾ. അതുപോലെ ആത്മീയതയിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴാണ്. അപ്പം നമ്മൾ എവിടെയായിരിക്കുന്നത്? ഒന്ന്, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. അവരെവിടെയായിരിക്കുന്നത്? സ്വർഗരാജ്യത്തിൻ്റെ കീഴാണ്, ദൈവരാജ്യത്തിൻ്റെ കീഴാണ്. അതിൻ്റെ അകത്ത് ഈ ശുശ്രൂഷ ഒരു പ്രോസസ്സുണ്ട്. ചിലർ വിചാരിക്കുന്നു സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മേളിലാണ്. സ്തോത്രം. മേളിലും താഴെയല്ല. എവിടെ ദൈവത്തിൻ്റെ ഭരണമുണ്ടോ അവിടെയാണ്. അത് ഇംഗ്ലീഷിൽ നോക്കിയാൽ കിങ്ഡം ഓഫ് ഗോഡ്, ദ കിങ് ഡൊമൈൻസ്, അങ്ങനെ വരും. ഓക്കെ, അതിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം വാക്യം. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. റോമാലേഖനം 14:17 ദൈവരാജ്യം എന്നുള്ളത് ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും
പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന സന്തോഷവും. ഭൂമിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആക്കി വച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷിക്കപ്പെട്ടു, സഭയ്ക്ക് ഉള്ളില ഇല്ലേ, സഭയിലായി, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മെ ഭരിച്ച് നടത്തുന്നത് ആരാന്നറിയാമോ? റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് മതി. ദൈവാത്മാവ് ആരെ നടത്തുന്നുവോ അവരാരാ? ദൈവത്തിന്റെ. റോമാലേഖനം 8:9 വായിച്ചു നോക്കൂ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. നിങ്ങൾ ഉള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി വാക്യങ്ങൾ പറയാൻ കാരണം അത് ബൈബിളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതിൻ്റെ ഓരോന്നിനുള്ള ബന്ധങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മളെന്തോ ഫ്രീയാ പോകുക വരിക. ബൈബിൾ വായിക്കുന്നത് അവിടെയായിട്ട് കണ്ടമായിട്ട് വായിക്കുകയല്ല, ഇല്ലയോ? ബൈബിളിൻ്റെ റൂള്, അതിൻ്റെ നിയമങ്ങൾ വ്യക്തമായി പഠിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. പഠിക്കണം, ഓരോരുത്തരും അറിയണം, ഇതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. നിയമവശങ്ങൾ അറിയാതെ കണ്ണും പൂട്ടി ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം കേൾക്കത്തില്ല. അതും ഞാൻ പറഞ്ഞു തരാം. ബൈബിളിൽ തന്നെ ഉണ്ട് ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ദൈവത്തിൻ്റെ ആത്മാവ് ആരെ നയിക്കുന്നുവോ അവരാണ് ദൈവമക്കൾ. യോഹന്നാന്റെ സുവിശേഷം 16:13 പറയുന്നു, സത്യ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ പള്ളിക്കകത്ത് കയറിപ്പോകാം, എന്നാൽ വാസ്തവത്തിൽ ദൈവമക്കളാകുവാൻ നിയമപ്രകാരമേ പറ്റത്തുള്ളൂ. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ എല്ലാവർക്കും കഴിയത്തില്ല. അതിനെന്ത് ചെയ്യണം? ഞാൻ വേഗത്തിൽ പറയാം. യോഹന്നാൻ 3:3 പറയുന്നു, നീ വെള്ളം കൊണ്ട് നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്നുത്തരം പറഞ്ഞു. കാണുവാൻ പോലും, അതിന്റെ അർത്ഥം നിങ്ങളുടെ അതിന്റെ അടുത്ത് പോലും വരാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും വീണ്ടും ജനനം പ്രാപിക്കണം. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്താകണം, ഇല്ലയോ? സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ ഈ അന്ത്യകാലത്ത് ചതിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായി എഴുതുന്നു, ആമേ സ്തോത്രം, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ സത്യമിട്ട് ചതിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 പത്രോസ് 2-ാം അധ്യായം, ഒരു അധ്യായം മുഴുവനും അന്ത്യകാലത്ത് കള്ള ഉപദേശികളുണ്ടാകും. കള്ള പ്രവാചകന്മാരുണ്ടായിരുന്നതുപോലെ കള്ള ഉപദേശികളുണ്ടാകും. അവർ ഈ സത്യവചനത്തെ അവർ മാറ്റി വേണമെങ്കിൽ 1-3 എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ബാക്കി വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. നാശകരമായ മതഭേദങ്ങളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര സത്യം അറിഞ്ഞാലും ആ സത്യത്തിലേക്ക് പോകണമെന്നുള്ളൊരു മനസ്ഥിതി മനുഷ്യർക്ക് വരുന്നില്ല. കഴിഞ്ഞ ദിവസം പോപ്പ് 14-ാം ലിയോ പറഞ്ഞു, സ്തോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഭയ്ക്കകത്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒത്തിരി പേർക്കത് സങ്കടമായി പോയി. പ്രൈസ് ദി ലോർഡ്.
ചിലർ തീരുമാനമെടുത്തു, ഞങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും ആര് പറഞ്ഞാലും. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല. അറിയായ്മയുടെ കാലം, നമുക്കറിയാതെ ഇരുന്നു. പക്ഷേ ഒരാൾ പറഞ്ഞു തരുമ്പോൾ, ദൈവം അത് നമുക്കൊരു വെളിപ്പെടുത്തി തരുമ്പോൾ, ആരെയോ അയച്ച് ആരിൽ കൂടിയോ ഈ സത്യം കേൾപ്പിക്കുമ്പോൾ നമ്മളത് അനുസരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ആര് ദൈവരാജ്യം കടക്കുകയില്ല. 1 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം, 1 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? കണ്ടോ? അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല, അവകാശമാക്കുക. നിങ്ങളത് ഗൗരവമായിട്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷിക്കപ്പെട്ട സഭയ്ക്കകത്തായിരിക്കണം, എങ്കിലേ നന്മയുള്ളൂ. ഞാൻ രക്ഷിക്കപ്പെട്ട ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവരാജ്യത്തിലായിരിക്കണം. അങ്ങനെ ഞാൻ ആയി എന്ന നല്ല ബോധമുണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതമല്ല. ഇന്ന് രാത്രി ഓർക്കുക. ആ മേൽത്താഴോട്ട് വായിച്ചാട്. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ, ജഡസ്വഭാവമുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്താ വിചാരിക്കുന്നു? ഞാൻ പള്ളിയിൽ പോവുക, എല്ലാ ഞായറാഴ്ചയും ഞാൻ മുടങ്ങാതെ പോകും, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഞാൻ പോകും. പക്ഷെ ദൈവരാജ്യത്തിലായിട്ടുണ്ടോ? ആ കാഴ്ചപ്പാടുണ്ടോ? ആ അറിവുണ്ടോ? രക്ഷിക്കപ്പെട്ട ഞാൻ സഭയോട് ചേർന്നു എന്നുള്ള നല്ല ബോധമുണ്ടോ? ഇല്ലയോ? രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്ന് നല്ല ആത്മീക ശുശ്രൂഷ നമുക്ക് ഉണ്ടാകണം. ഞാൻ നിത്യജീവൻ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. നമുക്ക് അല്പം കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. നിത്യജീവൻ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം? ഈ ചോദ്യം ഒരു മനുഷ്യൻ യേശുവോട് ചോദിച്ചു. മത്തായി സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യം. ആ മനുഷ്യൻ യേശുവോട് ചോദിച്ചു, ഗുരുവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പുള്ളിയുടെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. താൻ ചെറുപ്പം മുതലേ കൽപ്പനയൊക്കെ അനുസരിക്കുന്നവരും എല്ലാം പെർഫെക്റ്റ് ആണെന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ വെച്ച, എല്ലാവരുടെ കൂട്ടത്തിൽ വെച്ച ആമേ സ്തോത്രം പോയി ചോദിച്ചു, ഗുരുവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി സ്ഥലത്തിൽ യേശു ഈ നിത്യജീവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനും അത് ശരിക്ക് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ യേശുവോട് ചോദിച്ചു, യേശുവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്താ ചെയ്യണം? യേശു സിമ്പിളായിട്ട് പറഞ്ഞു. അടുത്ത വാക്യം 17-ാം വാക്യത്തിൽ, എന്നോട് നീ നിത്യജീവൻ പ്രാപിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ കൽപ്പന അനുസരിക്കുക. എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിണക്കമാണോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് പേടിയാ തോന്നുന്നു. നിങ്ങൾ ഇരിക്കുന്ന വിചാരിച്ചപ്പോൾ വന്ന് അകപ്പെട്ടല്ലോ സിംഹക്കൂട്ടിൽ. ഒന്ന് പോയി കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ഇത് ആത്മീക സത്യം. ഞാൻ ഇത്രയും വാക്യങ്ങൾ പറഞ്ഞല്ലോ, അത്രയും ബൈബിളിലുള്ളതാണ്, എൻ്റെ സ്വന്തം കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കവിഞ്ഞ് പ്രവർത്തിക്കാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പും ധൈര്യത്തോടെ ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കണം. കൽപ്പനകൾ അനുസരിക്കണം. അവൻ ഉടനെ പറഞ്ഞു, അവർ ചോദിച്ചു അടുത്ത 18-ാം വാക്യത്തിൽ, ഏത് കൽപ്പന? അവനുടനെ ചോദിച്ചു, ഏത് കൽപ്പന? പ്രൈസ് ദി ലോർഡ്. തന്നെ ഒന്ന് മിടുക്കനായി കാണിക്കാൻ വേണ്ടിയാ ചോദിച്ചേ, ഏത് കൽപ്പന? അല്ലെ 18-ഉം 19 ഒന്ന് വായിച്ചാൽ, യേശു കൊല ചെയ്യരുത്. യേശു പറഞ്ഞു, അതിന് മറുപടി കൊടുത്തു,
കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ആ. മോഷ്ടിക്കരുത്, ആ. കള്ളസാക്ഷ്യം പറയരുത്, ആ. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കണ്ടോ? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതിപ്പോൾ ആർക്കുമാണ്? ആത്മീകം എന്ന് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ക്രിസ്തീയ ജീവിതം എന്നുള്ള അത്ര മഹത്വമുള്ളതാ. എല്ലാത്തിനും നിയമമുണ്ട്. നിത്യജീവനിൽ പോകണമെങ്കിൽ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഒരുപാട് പ്രാർത്ഥിച്ചത് കൊണ്ടോ മുടങ്ങാതെ പള്ളിയിൽ പോയത് കൊണ്ടോ അല്ല. അത് പോണ്ടെന്നല്ല. മുടങ്ങാതെ പള്ളിയിൽ പോവുകയും ചെയ്യണം. അതേ സമയത്ത് നിയമങ്ങൾ, കൽപ്പനകൾ അനുസരിക്കണം. അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത് കൽപ്പനയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ജനിച്ചപ്പോൾ കൊച്ചു കുഞ്ഞായിരുന്നു, അറിയാമോ? അന്ന് നിങ്ങൾ കാണിച്ച വൃത്തികേടെല്ലാം സഹിച്ച് പല രാത്രി നിങ്ങളുടെ അപ്പനും അമ്മയും ഉറങ്ങാതെ നിങ്ങൾ ബലഹീനതായിരുന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയതും, നിങ്ങൾക്ക് ഭക്ഷണം തന്നതും, നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു തന്നതും, നിങ്ങളെ നല്ല സ്കൂളിൽ ചേർത്തതും, നിങ്ങളെ ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ആ അപ്പനെയും അമ്മയും അവർക്ക് പ്രായമായപ്പോൾ നിങ്ങൾക്കൊരു കുടുംബം, നിങ്ങൾക്ക് മക്കളെ ലഭിച്ചു, നിങ്ങളൊരു വീട് വെച്ചു, നിങ്ങൾക്കൊരു ജീവിതം കിട്ടിയപ്പോൾ അവർ വെറും ചവിട്ടുമെത്ത പോലെ ആയോ? അവരെ പുറത്ത് കളയുന്നത് ശരിയോ? ഇന്ന് രാത്രി ഓർക്കുക, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ക്രിസ്ത്യാനിയായാലും, നിങ്ങൾ ഏത് സഭയിൽ പോയാലും, ഏത് കൂട്ടരായാലും, അപ്പനെ അമ്മയെ ബഹുമാനിക്കാത്തവന് നിത്യജീവൻ ഇല്ല എന്നുള്ളത് ഓർത്തോളണം. ചിലരിങ്ങനെ മിടുക്കരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലൊരു അപ്പന് 3 മക്കളുണ്ടായിരുന്നു. അപ്പനെ നോക്കാൻ എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞു നോക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെല്ലാം കൂടി, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, മെമ്പർ വന്നു, പ്രാധാനികളൊക്കെ വന്നു. 3 മക്കളെയും വിളിച്ചു. അവരോട് ചോദിച്ചു, എന്തോ അപ്പനമ്മയെ നോക്കാൻ പറ്റത്തില്ലയോ? അപ്പനെ മാത്രമേ ഉള്ളൂ, അമ്മ പോയി. അപ്പനെ നോക്കാൻ പറ്റത്തില്ലയോ? അവർ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം കൂടെ ധരിച്ചു, ഓരോ വീട്ടിലും 10 ദിവസം, 3 വീട് അടുത്തിരിക്കുക. അപ്പോൾ അവൻ ഒരു വീട്ടിലെ 10 ദിവസം കഴിയുമ്പോൾ അവൻ്റെ അപ്പൻ കട്ടിലോടെ തൂക്കി മുറ്റത്ത് കൊണ്ടുപോയിക്കും. അടുത്തവൻ തൂക്കി അവൻ്റെ വീട്ടിൽ അവൻ 10 ദിവസം വച്ചിട്ട് അടുത്ത മുറ്റത്ത് കൊണ്ടുപോയിക്കും. ഇങ്ങനെ ഒരു തീർപ്പുണ്ടായി. 10 ദിവസം ഓരോ വീട്ടിലും വച്ചു. അപ്പോൾ 31-ാം ദിവസം ആരെടുക്കും? 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഒരുത്തൻ, 11 മുതൽ 20 വരെ ഒരുത്തൻ, 21 മുതൽ 30 വരെ ഒരുത്തൻ. 31-ാം തീയതി അപ്പൻ്റെ ഗതിയെ നോക്കിയേ. അപ്പം മുറ്റത്താ. മറ്റവൻ പറഞ്ഞ് 1-ാം തീയതി ആയിട്ടില്ല, 1-ാം തീയതി ഞാൻ കൊണ്ടുപോകുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയല്ല. അങ്ങനെ ഉള്ളവരൊന്ന് ഓർക്കുക, നിങ്ങൾ ജനിച്ചത് മുതൽ നിങ്ങളെ അപ്പനും അമ്മയും സഹിച്ച വേദന, അവർ കഴിക്കാതെ നിനക്ക് തന്ന ഭക്ഷണം, അവർ ഉടുക്കാതെ നിനക്ക് തന്ന വസ്ത്രം, ഇതെല്ലാം ഇന്ന് രാത്രി ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരുപക്ഷെ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങളുടെ മാതാവ് പിതാവ് ലോകം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവത്തോട് മാപ്പ് ചോദിക്കുക. എൻ്റെ യേശുവേ, എന്നെ ക്ഷമിക്കണമേ, ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഉടഞ്ഞ ഒരു തുള്ളി കണ്ണുനീരിന്ന് രാത്രി വെളിയിൽ വരുന്നെങ്കിൽ ആ പാപം യേശു ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. വെറുതെ 2 വാക്ക് പറയുകയല്ല. ഹല്ലേലൂയ. അപ്പൻ അമ്മയെപ്പോലെ അത്രയും മനോഹരമായവർ, അത്രയും സ്നേഹമുള്ളവർ ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് നിങ്ങളുടെ മാതാവും പിതാവും എന്നുള്ളത് ഓർക്കുക. അത് ദൈവകൽപ്പനയാണ്. യേശു പറഞ്ഞു, ആമേൻ, നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക, കള്ളം പറയരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവനൊരു മറുപടി പറഞ്ഞു. 20-ാം വാക്യത്തിൽ യൗവനക്കാരൻ അവനോട് ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഞാൻ അനുസരിക്കുക, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞ? എൻ്റെ ചെറുപ്പം മുതലേ ഇതെല്ലാം അനുസരിക്കുകയാണ്. ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചു, ഇനി എന്താ കുറവുണ്ട്? അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഞാൻ എല്ലാം അനുസരിക്കുക, ഒന്നും അനുസരിക്കാത്തതൊന്നും
ഇല്ല, ഒരു കുറവുമില്ലെന്നാ പറഞ്ഞവൻ. അവൻ സ്വന്തമായി പറഞ്ഞു. അതിൻ്റെ അർത്ഥം അതാ, എൻ്റെ ചെറുപ്പം മുതലേ നീ പറഞ്ഞ കൽപ്പനയെല്ലാം ഞാൻ അനുസരിച്ചിരിക്കുക, എന്തോ കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാർക്കോസിന്റെ സുവിശേഷം 10:21 വായിക്കുമ്പോൾ യേശു ആ മനുഷ്യനോട് മുഖത്ത് നോക്കി. എങ്ങനെ നോക്കിയെന്നറിയാമോ? അവിടെ എന്തോ എഴുതിയിരിക്കുന്നു, സ്നേഹത്തോടെ നോക്കി. എങ്ങനെ നോക്കി? പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മനസ്സ്, അവൻ്റെ ജീവിതം നന്നായി അറിയുന്ന യേശു അവൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി. മക്കളെ, നീ ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മളെന്താ വിചാരിക്കുന്നു? സ്നാനപ്പെട്ടു, ഞാൻ പോകുന്നത് പെന്തക്കോസിലാ, നല്ല പാസ്റ്ററാ, ഒക്കെ എല്ലാം ക്ലിയറാ, ഇല്ലയോ? ഏതോ 1-2 അങ്ങനെ ചെയ്തിട്ടല്ല. പുതിയ നിയമത്തിൽ എത്ര കൽപ്പനയുണ്ടെന്നറിയാമോ? പുതിയ നിയമത്തിൽ 1050 കൽപ്പനകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞത് 2. ആ സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ മറ്റുള്ളവരെ, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഈ 2 കൽപ്പനയ്ക്കകത്ത് സകല ന്യായപ്രമാണങ്ങളും പ്രവചനവും അടങ്ങിയിട്ട് അതിൻ്റെ അകത്താ. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആർക്കും ഒരു സ്തോത്രം പറയാനോ ഹല്ലേലൂയ പറയാനോ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങളെ പറ്റിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ നമ്മൾ മീറ്റിംഗ് വേണ്ടെന്ന് വെച്ചാലും ഇന്ന് സത്യം മാത്രമേ പറയാവൂ. ഇനി പ്രസംഗിക്കേണ്ടെന്ന് വെച്ചാലും, ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. അവൻ യേശുവോട് ചോദിച്ചു, ഇനി എന്ത് കുറയുണ്ട്? ഒരു കുറവുമില്ല, ഞാൻ എല്ലാം അനുസരിക്കുക. യേശു സ്നേഹത്തോടെ അവൻ്റെ മുഖത്ത് നോക്കി. അവനെ മനസ്സിലാക്കാത്തത് കൊണ്ട് സ്നേഹത്തോട് നോക്കിയിട്ട് പറഞ്ഞു. ഒന്ന് വായിച്ചാട്ടെ, മർക്കോസ് 10:21. യേശു ചുറ്റും നോക്കി, യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അതല്ല, യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്. യേശു അവനെ നോക്കി സ്നേഹത്തോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. അപ്പൊ അവൻ്റെ ഹൃദയത്തിൽ എന്തോന്നറിയാമോ? ഞാൻ പെർഫെക്റ്റാ. യേശു എൻ്റെ തോളിൽ തട്ടി പറയും. പത്രോസിനോട് പറഞ്ഞതുപോലെ പത്രോസിനോട് എന്താ പറഞ്ഞു? പത്രോസേ, നീ ഭാഗ്യവാൻ, നിനക്ക് ജഡരക്തമല്ല ഈ വെളിപ്പാട് തന്നത്. സ്വർഗത്തിലെ ദൈവം ഭയങ്കര വെളിപ്പാടുള്ള ആളാണ്. ആര്? പത്രോസ്. അല്പം കഴിഞ്ഞപ്പോൾ ആ പത്രോസിനെ പുറകെ പോ പിശാച് എന്ന് പറയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവന് എല്ലാ കൽപ്പനയും അനുസരിച്ചു. ഞാൻ വളരെ പെർഫെക്റ്റാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. യേശു അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൻ്റെ മുഖത്ത് സ്നേഹത്തോട് നോക്കി പറഞ്ഞു, മക്കളെ, ഒരു കുറവ് നിനക്കുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നവർ, നിങ്ങൾ വിചാരിക്കുക ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തീയ പേര് കാണാം, പാരമ്പര്യമായി ആരാധനയ്ക്ക് പോകുന്നവരായിരിക്കാം, ബൈബിൾ വാക്യങ്ങൾ നന്നായി അറിയുന്നവരായിരിക്കാം, എവിടെയോ സ്നാനപ്പെട്ടവരായിരിക്കാം. ഏതവസ്ഥയിലായാലും ദൈവത്തോട് പറയുമ്പോൾ, കർത്താവേ, എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പൂർണ്ണമാകുവാൻ, ആ കുറവ് നിവർത്തിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കലും ഞാൻ പെർഫെക്റ്റായി, ഞാൻ തികഞ്ഞു എന്നല്ല. പൗലോസ് പറയുന്നു, ഞാൻ തികഞ്ഞു എന്നല്ല, എന്തിനായിട്ട് ദൈവം എന്നെ പിടിച്ചുവോ, എന്തിനായിട്ട് ദൈവം എന്നെ വിളിച്ചുവോ, ആ ലക്ഷ്യം വെച്ച് ഞാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്ക് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്തോന്ന് ചോദിച്ചു? വായിച്ചാട്ടെ അടുത്ത. നീ പോയി നിനക്കുള്ളത് എല്ലാം, നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ആമേൻ. യേശു പറയുന്നത് ശ്രദ്ധിക്കണമേ. നിനക്കുണ്ടായിരിക്കുന്നതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ നീ വാ. അപ്പൊ സ്വർഗത്തിൽ നിനക്ക് എന്താ ഉണ്ടാകും? നിക്ഷേപം ഉണ്ടാകും. ചിലർ ഈ വാക്യങ്ങൾ എടുത്തിട്ട് പലയിടത്തും ചോദിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിളിൽ യേശു ഇങ്ങനെയല്ലേ പറഞ്ഞു, എല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തോട്ട് പോ. നിനക്കെന്തിനാ വീട്, നിനക്കെന്തിനാ കുടുംബം, നിനക്കെന്തിനാ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പോ. ബൈബിൾ ശരിക്ക് പഠിക്കാത്തവരാ, അതിൻ്റെ സത്യം അറിയാത്തവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ 2 പേര് പറഞ്ഞു, യേശുവേ, ഞങ്ങൾ അങ്ങയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു.
അപ്പോൾ യേശു പറഞ്ഞു, ആമേ നരികൾക്ക് കുറുക്കന് കുഴിയുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനായ എനിക്ക് തലചായ്ക്കാൻ പോലും സ്ഥലമില്ല, വരുന്നെങ്കിൽ വാന്ന്. വേറെ രണ്ടുപേരെ വിളിച്ചു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ പിന്നാലെ. അവർ പറഞ്ഞു, ഞങ്ങൾ ആദ്യം പോയി അപ്പനെ അമ്മയൊക്കെ അടക്കം ചെയ്തിട്ട് ഞങ്ങളെ കടപ്പാടെല്ലാം തീർത്തിട്ട് പിന്നെ വരാമെന്ന്. അപ്പോൾ യേശു ഇവർ രണ്ടുപേരും മടിയന്മാരാ, യേശുവിനെ അനുഗമിക്കാൻ താല്പര്യമില്ലാത്തവർ. അതുകൊണ്ട് വാ എൻ്റെ പിന്നാലെ വാ. അവർ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ചില കുടുംബത്തിലൊക്കെ ചില കാര്യങ്ങളുണ്ട്, അപ്പനമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പിന്നെ വരാൻ പറ്റത്തുള്ളൂ. മരിച്ചവരെ അടക്കട്ടെ, നീ വാ. ഇല്ലയോ? ഇവിടെ യേശു ഇത് പറയേണ്ട ഉദ്ദേശം എന്തെന്നറിയാമോ? ഇവൻ ധനവാനായ മനുഷ്യനാ, എല്ലാം പെർഫെക്റ്റാ, കൈകൊണ്ട് കളയത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു ഓരോരുത്തരുടെ മനസ്സറിഞ്ഞ, അവിടെ ഹൃദയം കണ്ടാ സംസാരിക്കുന്നത്. ആരെയും സഹായിക്കാത്തവൻ, സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോകുന്നു. ശ്രദ്ധിക്കണമേ, ചിലരിങ്ങനെയാകുന്നത്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, എല്ലാം വളരെ പെർഫെക്റ്റ് പോലെ. ദാനധർമ്മം ചെയ്യാത്തവർ. ശ്രദ്ധിച്ചോളണം, ബൈബിൾ എന്ത് പറയുന്നു, യേശു എന്ത് പറയുന്നു, അത് നമ്മൾ വ്യക്തമായി അറിയണം. ദരിദ്രർക്ക് കൊടുക്കുന്നവൻ ദൈവത്തിന് കൊടുക്കുന്നു എന്നാ, ഇല്ലയോ? എളിയവർക്ക് കൊടുക്കണം, ദരിദ്രർക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് പൂർണ്ണമായി വായിക്കാം. മാർക്കോസ് 10:21. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ച്, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. കണ്ടോ? ആദ്യം വിറ്റ് ദരിദ്രർക്ക് കൊടു, സ്വർഗത്തിൽ നിനക്ക് എന്തുണ്ടാകും? നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കും. അടുത്ത വാക്യം 22. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ഇത് കേട്ടപ്പോ അവന് ഭയങ്കര ദുഃഖമായി. അവന് വളരെ സമ്പത്തുണ്ട്. യേശു വിറ്റ് ദരിദ്രർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുക്കുന്ന ശീലമില്ല. യേശു അവൻ്റെ ഓരോരുത്തരുടെ കുറവ് വശങ്ങളെ യേശു വ്യക്തമായി കാണിക്കും. സമര്യക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദാഹിക്കത്തില്ല. അവൾക്ക് ഉടനെ ആ വെള്ളം വേണം. ഉടനെ യേശു പറഞ്ഞു, തരാൻ കുഴപ്പമില്ല, നിന്റെ ഭർത്താവിനെ ഒന്ന് കൊണ്ടുപോവാ. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടനെ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, ശരിയാ, നിനക്ക് ഭർത്താവില്ല. ഇതിനു മുമ്പ് 5 ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ജീവിതം നന്നായി അറിയുന്ന ദൈവം. മനുഷ്യനെ മറയ്ക്കാം, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ മറയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസ ജീവിതം, നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ സമ്പത്തൊന്നും ഇല്ലാത്തവരായിരിക്കാം, നന്നായി വീടില്ലാത്തവരായിരിക്കാം, ആരും സഹായിക്കാൻ ആളില്ലാത്തവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസം സ്വർഗം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ വേദന എല്ലാവരെയും ദൈവം അറിയുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, എല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ എന്നിട്ട് വാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം എന്ത് പറയുന്നു? യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. യേശു എല്ലാവരുടെ മുഖത്തൊന്ന് നോക്കി. നടന്നത് കണ്ടോ? സംഭവിച്ചത് കണ്ടോ? അതാ നോട്ടത്തിൻ്റെ ഒരു സാരം ഇതാ. കണ്ടോ? ഇവൻ മിടുക്കനാന്ന് വന്ന് നിന്നവനാ, ഇല്ലയോ? ഞാൻ പെർഫെക്റ്റാ, മിടുക്കനാ, നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവനാ. പക്ഷേ ഇപ്പോൾ അവൻ മുഖവും ചുളുക്കി മിണ്ടാതെ പോയപ്പോൾ അവിടെ നിന്നവരോട് നോക്കി യേശു പറഞ്ഞു, കണ്ടോ, സ്തോത്രം, ധനമുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമത്ര. അതിനൊരു ഉദാഹരണം പറഞ്ഞു. അവന്റെ ആ ഒട്ടകം സൂചിയുടെ കാതിൽ കടക്കുന്നത് എളുപ്പമാണ്, അതിനേക്കാൾ കഠിനമാണ് ഈ ധനമോഹമുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അവൻ ചോദിച്ച ചോദ്യം എന്തുവാ? നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, കൽപ്പനകൾ അനുസരിക്കും. ഏതൊക്കെയാ? യേശു പറഞ്ഞു, ഓ അതെല്ലാം ചെറുപ്പം മുതൽ ഞാൻ ഓക്കെയാ. യേശു പറഞ്ഞു, ഇല്ല, നിന്നിൽ ഇനി ഒരു കുറ ഉണ്ട്. എന്തുവാ? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് പിന്നെ എന്നെ അനുഗമിക്കും. ഇത് കേട്ടപ്പോൾ അവൻ വേദനയോട് പോയി. അവൻ്റെ പോക്ക് കണ്ടപ്പോൾ യേശു പറഞ്ഞു, കണ്ടോ, പ്രൈസ് ദി ലോർഡ്, ധനമുള്ളവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എത്ര കഠിനം, എത്ര പ്രയാസം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ധനത്തെക്കുറിച്ചുള്ളൊരു ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിൽ, ഈ ലോകത്തിന്റെ ചിന്തയും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനാക്കി അവൻ തീർക്കുന്നു. നിഷ്ഫലനായി പോകും. പ്രൈസ് ദി ലോർഡ്. കേട്ട വചനം അവനിൽ ഫലം നൽകുകയില്ല. അവന് ധനമോഹമുള്ളത് കൊണ്ട്, ഈ ലോകത്തിൻ്റെ മോഹമുള്ളത് കൊണ്ട് അവന് ഈ ആത്മീയതയിൽ നിൽക്കുവാൻ കഴിയുകയില്ല. അവൻ നിഷ്ഫലനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗരാജ്യം കിടക്കുവാൻ എന്ത് ചെയ്യണം? കൽപ്പനകൾ പ്രമാണിക്കണം, ഇല്ലയോ? ഒരു അല്പം പോലും ബാക്കിയില്ലാതെ ദൈവവചനപ്രകാരം സ്വർഗരാജ്യം കടക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അകത്തായിരിക്കണം, ഇല്ലേ? അവൻ ചോദിച്ച ചോദ്യം, നിത്യജീവൻ പ്രാപിക്കുവാൻ എന്താ ചെയ്യണം? യേശു ഇവിടെ പറഞ്ഞത്, ധനമോഹമുള്ളവൻ സ്വർഗരാജ്യം കടക്കുന്നത് ഒട്ടകം സൂചിയുടെ കാതിൽ കൂടി കടക്കുന്നത് പോലെ. 2 വാക്യം കൂടി ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താം. സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ പുത്രനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ദൈവത്തെ അറിയണം, ഇനിയും ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്തോറും നിങ്ങൾ ദൈവത്തോട് അടുത്തു വരും. ഇനിയും ബൈബിൾ നന്നായിട്ട് വായിക്കുക, യേശുവിനെ നന്നായിട്ട് അറിയുക, പ്രൈസ് ദൈവത്തോട് അടുത്തു വരിക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. യേശു പറഞ്ഞു, ജീവന്റെ അപ്പം ഞാനാകുന്നു, ഇല്ലേ? നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അതുപോലെയല്ല എന്നെ തിന്നുന്നവൻ എൻ മുഖാന്തരം ജീവിക്കും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ഉള്ളിൽ ജീവനുണ്ട്, ഇല്ലേ? ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും, അവന് നിത്യജീവനുണ്ട്. അതിന്റെ 54-ാം വാക്യം ഒന്ന് വായിക്കും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. സഭയിലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയ്ക്കകത്തുള്ള ശുശ്രൂഷ എല്ലാം നിത്യജീവൻ ഹേതുവായിട്ടാ. കർത്തൃമേശയൊക്കെ തോന്നും പോലെ എടുക്കാനും തോന്നും പോലെ നടത്താനുള്ളതല്ല. കർത്തൃമേശ ആര് നടത്തണം, ആര് എടുക്കണമെന്ന് നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും എടുത്താൽ കർത്തൃമേശ ആകത്തില്ല. സഭയ്ക്കകത്തുള്ള എല്ലാ ശുശ്രൂഷയും ഈ നിത്യജീവന് വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലെ കർത്തൃമേശ മുടക്കരുത്. എല്ലാവരും തിരുമേശയിൽ മുടക്കമില്ലാതെ പങ്കെടുക്കണം. സമയമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഈ കർത്തൃമേശയുടെ റൂട്ട് എവിടെ കിടക്കുന്ന അറിയാമോ? പഴയ നിയമത്തിലെ പെസകയ. പെസക അത് ആചരിക്കേണ്ട, ആ യാഗം അർപ്പിക്കേണ്ട, ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത മാസം അത് ചെയ്യണം. ആ പെസക ആബ്സെൻ്റ് വരാൻ പാടില്ല. അങ്ങനെ ആബ്സെൻ്റ് വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് അവരെ എൻ്റെ ജനത്തിൽ മധ്യയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്നാണ്. എവിടെ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേർക്ക് മനസ്സിലാകത്തില്ല ഇത് കട്ടിയായി പോയോ എന്നൊരു സംശയം, ഇല്ലയോ? വല്ലതും കാനാവൂരിലെ കല്യാണമോ 5 അപ്പവും 2 മീനോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ സ്റ്റേജ് ഇനി മാറണം. എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. യേശുവെ അറിയാത്തവരാരും ഇതിന് കൂട്ടത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്തിരി കട്ടിയായി പറയുന്നത്. കണ്ടോ, ഇതെല്ലാം ബൈബിളിലുള്ളത്. ആര് പഠിപ്പിച്ചു, ആര് പറഞ്ഞു, നമ്മൾ ആര് കേട്ടു, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്തൃമേശ, ഇല്ലേ? ആര് കർത്തൃമേശ എടുക്കാം? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നവർക്ക് മാത്രമേ സഭയിലെ ശുശ്രൂഷ. എല്ലാവർക്കുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷ
അനുഭവിക്കുവാൻ ഒരു ഭാഗ്യം വേണം. ഇപ്പം പൈസ കൊടുത്താൽ പലരും ചെയ്യും, അത് വേറെയാ. പൈസ കൊടുത്താൽ ഇല്ല, തേങ്ങാവട്ടിന് പോകുന്നത് പോലെ. ഒരാൾ മരിച്ചുപോയി, ആരെങ്കിലും ഒരാളെ 10-500 രൂപ കൊടുത്ത് അവരൊന്ന് അടക്ക ശുശ്രൂഷ ചെയ്തിട്ട് പോകും, അത് വേറെ. സാക്ഷാൽ ദൈവ സാന്നിധ്യമുള്ളതായിരിക്കണം ഒരടക്ക ശുശ്രൂഷയായാലും ഒരു വിവാഹ ശുശ്രൂഷയായാലും അതിന് യോഗ്യരായിരിക്കുക. പ്രൈസല്ല, സഭയിലെ ശുശ്രൂഷ ആർക്കെന്ന് ആ നിയമങ്ങളനുസരിച്ച് വേണം പോകാൻ. നിത്യജീവൻ ആർക്ക്? ഒരു വാക്യം കൂടി വായിച്ച് നിർത്താം. ആമേ സ്തോത്രം. റോമാലേഖനം 2:7, റോമാലേഖനം 2:7, റോമാലേഖനം 6:22 രണ്ടും വായിച്ച് നമുക്ക് നിർത്താം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന ആമേ കണ്ടോ, റോമാലേഖനം 2:7 നല്ല പ്രവൃത്തിക്ക് വേണ്ടതായ സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ആമേ നിത്യജീവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, നല്ല പ്രവൃത്തിക്ക് വേണ്ടതായ സ്ഥിരത പൂണ്ട്. ഇതെല്ലാം സഭയ്ക്കകത്ത് പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതെല്ലാം ഒരു സ്പിരിച്വൽ വർക്ക്ഷോപ്പാ സഭ. ദൈവദാസന്മാർ ഓരോരുത്തരെയും മനസ്സിലാക്കി അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ആ പൊസിഷനിലാക്കി അവരെ ആ ക്വാളിറ്റി ഉള്ളവരായി നിർത്തണം. ഇതൊക്കെ ആര് പറയുന്നു? നല്ല പ്രവൃത്തിക്ക് വേണ്ടതായ സ്ഥിരത പോണ്ട്. യേശുക്രിസ്തു എന്തിന് കാൽവരി ക്രൂശിൽ മരിച്ചു? തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചാൽ ജസ്റ്റ് ഒന്ന്. ആമേ സ്തോത്രം. തീത്തോസ് 2:14. ആമേ സ്തോത്രം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എന്തിനാ? തൻ്റെ ജനം സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. അതിനുവേണ്ടിയാണ് യേശു മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ സൽപ്രവൃത്തിക്ക് വേണ്ടതായ ആമേ സ്ഥിരത പൂണ്ട്, ആമേ തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. റോമാലേഖനം 6:22. റോമാലേഖനം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. വിശുദ്ധീകരണത്തിന്റെ അന്തം എന്തുവാ? യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. ആമേ. യോഹന്നാൻ 17:7 പിതാവേ സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാണ്. അതാ സഭയ്ക്കകത്ത് ശുശ്രൂഷ. ആമേ. എന്തെങ്കിലും പ്രസംഗിച്ച് സമയം പോക്കാനല്ല. ആമേ. വചന ശുശ്രൂഷ ജനത്തിൻ്റെ ശുദ്ധീകരിപ്പ്, വചന ശുശ്രൂഷ ജനത്തിൻ്റെ യഥാസ്ഥാനപ്പെടുത്തുക. ഇല്ലയോ? നിങ്ങൾ എന്താണെന്നോ ഒരു ദർശനം ആമേ ദൈവദാസന്മാർക്കുണ്ടാകണം. സഭ എന്താണ്, സഭയിലെ ഓരോരുത്തർക്കുമുള്ള അവസ്ഥ എന്താണ്, അവരെ എവിടെ കൊണ്ടാക്കണമെന്ന് ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭാ ശുശ്രൂഷകന്മാർക്ക് ആ ദർശനം കൊടുക്കും, അവർ ആ ബോധം കൊടുക്കും, അവരതുപോലെ ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി സമയം കടന്നുപോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ലക്ഷ്യം വയ്ക്കുക. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവാണ്. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. ദൈവത്തോടടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു ചിന്തയോടല്ല. നമ്മുടെ ആയുഷ് കടന്നു പോകുന്നു, നമ്മുടെ കാലങ്ങൾ കടന്നു പോകുന്നു, നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകുകയല്ല. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഓർക്കുക, ആമേ ദൈവം ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ മനുഷ്യർക്കും നിത്യജീവനാണ്. ആ നിത്യജീവൻ എനിക്ക് വേണം, നിത്യജീവൻ എനിക്ക് വേണം. മറ്റ് കാര്യങ്ങളെല്ലാം, ഭൗതിക നന്മകളെല്ലാം, ശാരീരിക നന്മകളെല്ലാം അതോടുകൂടെ ദൈവം നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒന്നാമത് എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും കിട്ടും. ദൈവരാജ്യത്തിൻ്റെ അകത്തായി ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുമ്പോൾ നിത്യജീവന് നമ്മൾ യോഗ്യരായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം. നിങ്ങളെ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. ഈ ആത്മീക സത്യങ്ങൾ വിട്ടുപോകരുത്. ആമേ. രക്ഷിക്കപ്പെട്ട സഭയോടായിരിക്കുക. ആമേ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലായിരിക്കുക. ആമേ. അവിടെ നിങ്ങൾക്ക് സകല നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം.